ഞാനും കടകംപള്ളി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവൻ പ്രകടനമായി ഞങ്ങൾ മെയിൻ റോഡിലെത്തി കൊണ്ടുപോയി. രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ ചെന്ന് സുരേന്ദ്രനൊക്കെ സംസാരിച്ച ശേഷമാണ് ഞങ്ങൾ പിരിയുന്നത്. അപ്പം ഞങ്ങൾ ആ രൂപത്തിൽ സഹകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. എങ്കിലും കുറച്ച് ആൾക്കാർ വീണ്ടും അവശേഷിക്കുന്നുണ്ടായിരുന്നു. അവരും കൂടെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞെങ്കിൽ അവരും കൂടെ പിരിഞ്ഞങ്ങ് പോകുമായിരുന്നു. അതിന് പകരം പിന്നെ ഇ ഡിക്കാർ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന അവരുടെ നേരെ വാഹനം കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഒരു സംഘർഷം ഉണ്ടായി. അതിൽ പ്രശ്നം ഉണ്ടായവരെ പിടിച്ചോട്ടെ പോലീസ്. ഇപ്പോൾ ചെയ്തെന്താ, 100ഓളം വരുന്ന വീടുകളിൽ പോലീസ് റെയ്ഡ് ചെയ്തിരിക്കും. സെർച്ച് വാറണ്ട് ഇല്ലാതെയാണ് പോലീസ് റെയ്ഡ് ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ചില വീടുകളിൽ നിന്ന് പിന്നെ ബൈക്ക്, സ്കൂട്ടർ, അതുപോലെ ഇരുചക്ര വാഹനങ്ങളൊക്കെ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. സമരം ചെയ്തതിൽ എന്തെങ്കിലും പോരായ്മയോ ജനാധിപത്യ നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ പോലീസിന് നടപടി സ്വീകരിക്കാൻ, കേസ് ചാർജ് ചെയ്യാൻ കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ഈ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ വീടുകളിലും അവരുടെ രക്ഷകർത്താക്കളെയും അസുഖമായി കിടക്കുന്നവരെയും പ്രായം ചെന്നവരെയും ക്യാൻസർ രോഗികളായി കിടക്കുന്ന അച്ഛനമ്മമാരെയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന നയം സ്വീകരിച്ചാൽ അത് ശക്തമായി തന്നെ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ്.